അധികാരത്തിലെത്തി 12 വർഷം കഴിഞ്ഞെങ്കിലും ഒരു വ്യാഴവട്ടക്കാലത്തെ അശ്വമേധത്തിനിടയിൽ നരേന്ദ്രമോദി എന്ന യാകാശത്തെ ആദ്യമായി ഈ രാജ്യത്ത് പിടിച്ചു കെട്ടിയിരിക്കുകയാണ്. വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി നരേന്ദ്രമോദിയുടെ രാജിക്ക് തുല്യമാവുകയാണ്. അദ്ദേഹം തൻ്റെ കസേരയിൽ നിന്നും പിന്മാറുന്നതിൻ്റെ സൂചന കൂടിയാണിത്. പ്രതിഷേധത്തിൽ തളരാത്ത കുറ്റവാളികളില്ല, ജനരോഷം ഇരമ്പിയാൽ തകരാത്ത കോട്ടകളില്ല, ഇതുവരെ ഒരു ഔദ്യോഗിക ഒത്തുചേരൽ പോലും നടത്താത്ത ലക്ഷക്കണക്കിന് വരുന്ന പാറ്റകൾ ഈ രാജ്യമെമ്പാടും പാറിപ്പറന്നപ്പോൾ നരേന്ദ്രമോദി എന്ന ഭരണാധികാരി തകർന്നിട്ടുണ്ടെങ്കിൽ അത് ഈ രാജ്യത്തെ താൻ വഞ്ചിച്ചു എന്നൊരു കുറ്റബോധം കൊണ്ട് തന്നെയാണ്. ഒരു ജനാധിപത്യ രാജ്യം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്നത് യുവാക്കളാണ്. ആ യുവാക്കൾ ചില പ്രഖ്യാപിത ലക്ഷ്യങ്ങളുമായി ധർമ്മസമരത്തിനിറങ്ങിയപ്പോൾ അണ്ണാ ഹസാരയെ BJPയും RSSും പിന്നിൽ നിന്ന് ഇറക്കിവിട്ടതുപോലെ ഇവിടെ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും അവരുടെ കാര്യത്തിൽ ഇടപെട്ടിട്ടേയില്ല. പക്ഷേ CJP ഉന്നയിച്ച അതേ വിഷയങ്ങൾ കോൺഗ്രസ് പാർട്ടി ഈ രാജ്യത്തെ മുഴുവൻ അറിയിച്ചുകൊണ്ടേയിരുന്നു. ജന്തർ മന്തർ സമരത്തിൽ പരസ്യമായി രംഗത്ത് വരേണ്ടതില്ല എന്നത് കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയ തന്ത്രമായിരുന്നു. കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ മുന്നിൽ വന്നിരുന്നുവെങ്കിൽ സർക്കാരിനെ അട്ടിമറിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നു എന്നൊരു വ്യാജ പ്രചരണം BJP നടത്തുമായിരുന്നു. വിദ്യാർത്ഥികൾക്ക് പിന്നിൽ എല്ലാ പിന്തുണയും കോൺഗ്രസ് നൽകിക്കൊണ്ടേയിരുന്നു. നിയമസഹായം ഉൾപ്പെടെ കോൺഗ്രസ് വിദ്യാർത്ഥികൾക്ക് നൽകി. CJP നടത്തിയതൊരു ഐതിഹാസികമായ സമരമായിരുന്നുവെങ്കിലും അവർ നടത്തിയ സമരം 35 ദിവസം കഴിഞ്ഞിട്ടും ഫലം കാണാതെ വന്നപ്പോഴാണ് രാഹുൽ ഗാന്ധി അതിലേക്ക് രംഗപ്രവേശം ചെയ്യുന്നത്. മല്ലികാർജുൻ ഖർഗെയുടെ പിറന്നാൾ ദിവസത്തിൽ ഒത്തുചേർന്ന കോൺഗ്രസ് നേതൃത്വത്തോട് സമരാങ്കണത്തിലേക്ക് ഇറങ്ങാൻ പറഞ്ഞ രാഹുൽ ഗാന്ധിയും സംഘവും നേരെ പോയത് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിലേക്കായിരുന്നു. രാഹുൽ ഗാന്ധി രാജ്യ തലസ്ഥാനത്ത് നടത്തിയ മറ്റൊരു ഐതിഹാസിക സമര പരമ്പരകളുടെ കൂട്ടത്തിൽ ഈ നീറ്റ് പരീക്ഷാ ചോർച്ചയും സ്ഥാനം പിടിച്ചപ്പോൾ രാജ്യം സ്തംഭിച്ചു നിന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. രാഹുലിൻ്റെ ചോര ഒരിക്കൽ കൂടി ഈ രാജ്യത്തിൻ്റെ മണ്ണിൽ വീണു. രാഹുൽ ഗാന്ധി വീഴ്ത്തിയത് തൻ്റെ അച്ഛനും അമ്മുമ്മയും ഈ രാജ്യത്തിന് വേണ്ടി വീഴ്ത്തിയ ചോരയ്ക്ക് മുന്നിൽ ഒന്നുമാകുമില്ല എങ്കിലും ഈ രാജ്യം മോദിക്കെതിരെ ഒരു കൊടുങ്കാറ്റായി മാറുന്നു എന്നൊരു പ്രതീതി അത് ജനിപ്പിച്ചു. അതോടെയാണ് 35 ദിവസം കഴിഞ്ഞ CJP സമരത്തിന് പുല്ലുപുയില പോലും കൽപ്പിക്കാതിരുന്ന നരേന്ദ്രമോദി പെട്ടെന്ന് അപകടം മനസ്സിലാക്കിയത്. രാഹുൽ ഗാന്ധി സമരാവേശം നൽകി വീണ്ടും പിന്നിലേക്ക് വന്ന് CJPക്ക് തന്നെ സമരത്തിൻ്റെ ക്രെഡിറ്റ് നൽകി. രാഹുൽ ഗാന്ധി സമരം നയിച്ച ദിവസമാണ് CJPയും 35 ദിവസമായി സമരത്തിലാണ് എന്ന കാര്യം ഈ രാജ്യം അറിഞ്ഞത് തന്നെ. രാഹുലിൻ്റെ ചോര ഇന്ദ്രപ്രസ്ഥത്തിൻ്റെ ഓരത്ത് വീണപ്പോഴാണ് CJPയുടെ പാറ്റകൾക്ക് ശക്തമായ ചിറക് മുളച്ചത്. എങ്കിലും സമരത്തിൻ്റെ യോദ്ധാക്കൾ CJP ആണെന്നും പറഞ്ഞവർക്ക് കരുത്തും കർമ്മവീര്യവും നൽകി രാഹുൽ ഗാന്ധി മാറി നിന്നുവെങ്കിലും CJPയുടെയും സമരം ജയിച്ച യോദ്ധാക്കളുടെയും മനസ്സിലെ നായകൻ അത് രാഹുൽ ഗാന്ധി തന്നെയാണ്. ഇനി നരേന്ദ്രമോദി ഇരിക്കുന്ന കസേരയിൽ നാളെ രാഹുൽ ഗാന്ധിയെ ഇരുന്ന് കാണാൻ ഈ രാജ്യത്തെ യുവാക്കൾ ആഗ്രഹിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇനിയൊരു മൂന്നാം മുന്നണിയുടെ ആവശ്യം ഇവിടെ ഇല്ലെന്ന് അവർ തന്നെ പറയാതെ പറയുകയാണ്. യുവാക്കൾ രാഷ്ട്രീയ ജാതി മതഭേദമന്യേ കൊടുങ്കാറ്റായി മാറിയപ്പോൾ അവർക്കൊരു രക്ഷകനായി കൂടെയുണ്ടായിരുന്നത് ഈ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തന്നെയാണ്. അത് ഇടതുപക്ഷ പാർട്ടികളും അംഗീകരിച്ചതാണ്. യഥാർത്ഥത്തിൽ ഈ രാജ്യത്തെ പ്രതിപക്ഷവും യുവജന സമൂഹവും ഒന്നിച്ചു പോരാടാൻ തുടങ്ങിയിരിക്കുന്നു എന്നത് മോദി ഭരണത്തിന് അവസാനം കുറിക്കുന്ന ഒന്നാണ്. പ്രതിപക്ഷവും യുവജനങ്ങളും എങ്ങനെ ഇനിയുള്ള ബന്ധം തുടരുന്നത് എന്നതിനനുസരിച്ചായിരിക്കും രാജ്യത്തിന് രാഷ്ട്രീയ മാറ്റം. ഏതായാലും യുവാക്കളുടെ സമരം രാജ്യം ഭരിക്കാനല്ല, ഈ രാജ്യത്ത് അന്തസ്സായി ജീവിക്കാനാണ്. ഇപ്പോഴുള്ള ഭരണത്തിൽ ജീവിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയതോടെ ഭരണമാറ്റത്തിനാണ് അവർ കാഹളം മുഴക്കിയത്. അപ്പോൾ അവരുടെ ചോയ്സ് രാഹുൽ ഗാന്ധി അല്ലാതെ മറ്റാരുമല്ല.